ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേട്ടഡ് കാറ്റഗറി 1 EVSൻ്റെ മുൻവർഷ ചോദ്യപേപ്പർ കഴിഞ്ഞ വർഷത്തിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ബാക്കിയുള്ള 15 ക്വസ്റ്റ്യൻസാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പരിസരത്തെക്കുറിച്ച് പരിസരത്തിലൂടെ പരിസരത്തിന് വേണ്ടിയുള്ള പഠനമാണ് പരിസര പഠനം. ഇതിൽ പരിസരത്തെക്കുറിച്ച് എന്നുള്ളത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഈ ക്വസ്റ്റ്യൻ നമ്മൾ മുൻവർഷം ഇപ്പോൾ 2023 ചോദിച്ചപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിൻ്റെ മുമ്പൊക്കെ ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണിത്. പരിസരത്തെക്കുറിച്ച് പരിസരത്തിലൂടെ പരിസരത്തിന് വേണ്ടിയുള്ള പഠനമാണ് പരിസര പഠനം. ഇതിൽ പരിസരത്തെക്കുറിച്ച് എന്നുള്ളത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ശരിയായ ആൻസർ ഉള്ളടക്കമാണ്. ഉള്ളടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഭൂഖണ്ഡമാണ്, സംഭരണ വേരാണ്, ബഹുവർഷികളാണ്, ദ്വിവർഷികളാണ്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? സി ആണ് കറക്റ്റ് ആൻസർ. 1ഉം 3ഉം ഭൂഖണ്ഡമാണ്, ബഹുവർഷികളാണ്. താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗമേത്? മലേറിയ, കോളറ, ചിക്കൻ പോക്സ്, ടെറ്റനസ്. അപ്പോൾ മലേറിയ എങ്ങനെയാണ്? കൊതുക് പരത്തുന്ന ഒരു രോഗമാണ് അല്ലേ. കോളറ ഒരു ബാക്ടീരിയ ആണ്, വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയ. ടെറ്റനസ് ആണെങ്കിലും ബാക്ടീരിയ പരത്തുന്ന രോഗമാണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ചിക്കൻ പോക്സ് ആണ്, ചിക്കൻ പോക്സ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിർദ്ദേശിച്ച ജീവിത നൈപുണികളിൽ പെടാത്തത് ഏത്? ജീവിത നൈപുണികളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. ഇപ്പോൾ ലോകാരോഗ്യ സംഘടന ജീവിത നൈപുണികൾ 10 ജീവിത നൈപുണികളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. കുട്ടികൾ ആർജിക്കേണ്ട 10 ജീവിത നൈപുണികളെ കുറിച്ചിട്ട് ലൈഫ് സ്കിൽസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിലിപ്പോൾ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ, തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള കഴിവ്, ഡിസിഷൻ മേക്കിംഗ് സ്കിൽ, പ്രോബ്ലം സോൾവിങ് സ്കിൽ, ക്രിറ്റിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, സെൽഫ് അവെയർനെസ്, എമ്പതി, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, കോപ്പിംഗ് വിത്ത് ഇമോഷൻസ്, കോപ്പിംഗ് വിത്ത് സ്ട്രെസ്. ഇങ്ങനെയുള്ള 10 ലൈഫ് സ്കിൽസിനെ കുറിച്ചിട്ടാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. അപ്പോൾ ഇതിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. ഒന്നും കൂടെ ഇതൊന്ന് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഏതൊക്കെയാണ് 10 ലൈഫ് സ്കില്ല്? ഡിസിഷൻ മേക്കിംഗ് സ്കിൽ, തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള കഴിവ്, പ്രോബ്ലം സോൾവിങ് സ്കിൽ, പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനുള്ള അതിജീവിക്കാനുള്ള കഴിവ്, ക്രിറ്റിക്കൽ തിങ്കിങ്, വിമർശനാത്മകത, അതുപോലെ ക്രിയേറ്റീവ് തിങ്കിങ്, സർഗാത്മക ചിന്താശേഷി. അതിൽ നമ്മൾ ക്രിയാത്മക ചിന്ത എന്ന് പറഞ്ഞിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ലാസ്റ്റത്തെ ഓപ്ഷൻ നോക്കിയാൽ ക്രിയാത്മക ചിന്ത ലൈഫ് സ്കിൽസിൽ WHO ലൈഫ് സ്കിൽസിൽ പെടുന്നതാണ്. സെൽഫ് അവെയർനെസ്, അതാണ് സ്വയം അറിയൽ, സെൽഫ് അവെയർനെസ്, അതും പറഞ്ഞിട്ടുണ്ട്. എമ്പതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അറിയുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദുഃഖങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളുടേത് കൂടി ആയിട്ട് നമ്മൾ പരിഗണിക്കുക, എമ്പതി. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, നന്നായിട്ട് സംസാരിക്കുക. ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ബന്ധങ്ങളൊക്കെ ഉറപ്പിക്കുക, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം. കോപ്പിംഗ് വിത്ത് ഇമോഷൻസ്, അതും തന്നിട്ടുണ്ട്, വികാരങ്ങളുമായിട്ട് പൊരുത്തപ്പെടൽ. പിന്നെ കോപ്പിംഗ് വിത്ത് സ്ട്രെസ്, പിരിമുറുക്കത്തുമായിട്ട് പൊരുത്തപ്പെടുക, അല്ലെങ്കിൽ പിരിമുറുക്കമൊക്കെ അതിജീവിക്കാൻ കഴിയാം. ഇതിൽ ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുള്ള 10 ലൈഫ് സ്കിൽസിൽ 3 ഇവിടെ തന്നിട്ടുണ്ട്. സ്വയം അറിയൽ, അതാണ് നമ്മൾ പറഞ്ഞത്, സെൽഫ് അവെയർനെസ്, വികാരങ്ങളുമായിട്ട് പൊരുത്തപ്പെടൽ, കോപ്പിംഗ് വിത്ത് ഇമോഷൻസ്, ക്രിയാത്മക ചിന്ത, ക്രിയേറ്റീവ് തിങ്കിങ്. അപ്പോൾ ഇതിൽ പെടാത്തത് ഏതാണ്? ആശയധാരണ എന്നതാണ് കറക്റ്റ് ആൻസർ. 1ാമത്തെ ഓപ്ഷനായ ആശയധാരണ. ഇനി മണ്ണിൽ ചപ്പുചവറുകൾ കൊണ്ട് പുതയിടുന്നത് കൊണ്ടുള്ള മെച്ചങ്ങൾ എന്തെല്ലാം? ഇപ്പം നല്ല വേനൽക്കാലമാണ്. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, നമ്മളിങ്ങനെ കത്തിച്ച് കളയരുത്, കരിയിലകളും മറ്റും പുല്ലും ഉണങ്ങിയ പുല്ലൊന്നും കത്തിച്ച് കളയാൻ പാടില്ല, മണ്ണിനൊരു ആവരണമായിട്ട് സംരക്ഷിക്കണമെന്ന് പറയും.
അപ്പോൾ മണ്ണിൽ ചപ്പുചവറുകൾ കൊണ്ട് പുതയിടുന്നത് കൊണ്ടുള്ള മെച്ചങ്ങൾ എന്തൊക്കെയാണ്? മണ്ണിലെ ജൈവാംശം കൂടുന്നു. ഇവിടെ കറക്റ്റ് ആൻസർ എന്താ? ഇതിൽ 1, 2, 4 1, 2, 4 എന്ന ലാസ്റ്റ് ഓപ്ഷനാണ്. അതായത് മണ്ണിലെ ജലാംശം കൂടുന്നു, സൂക്ഷ്മജീവികളുടെ എണ്ണം കൂടുന്നു, മണ്ണിൻ്റെ ജലാകിരണ ശേഷി കൂടുന്നു. ഇത് മൂന്നുമാണ് കറക്റ്റ്. അപ്പോൾ മണ്ണിലെ ജലത്തിൻ്റെ ബാഷ്പീകരണ നിരക്ക് കൂടുന്നു എന്നുള്ളത് തെറ്റാണ്, അത് കുറയാണ് ചെയ്യുന്നത്. ഇനി 2023 ഏത് ദിനാചരണവുമായി ബന്ധപ്പെട്ടാണ് ഐക്യരാഷ്ട്രസഭ മണ്ണും ജലവും ജീവൻ്റെ ഉറവിടം? ഇതൊരു പ്രമേയം ഈ 2023 ഒരു ദിനാചരണവുമായി ബന്ധപ്പെട്ടാണ് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചത്. മണ്ണും ജലവും ജീവൻ്റെ ഉറവിടം. ഇത് ഏതാണ് ആൻസർ? ലോക മണ്ണ് ദിനമാണ്. ഡിസംബർ 5 ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നു. 2023 ഡിസംബർ 5 ലോക മണ്ണു ദിനവുമായി ബന്ധപ്പെട്ടാണ് ഐക്യരാഷ്ട്രസഭ മണ്ണും ജലവും ജീവൻ്റെ ഉറവിടം എന്ന പ്രമേയം ആവിഷ്കരിച്ചത്. ഇനി കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലമുണ്ട് കാഴ്ച മങ്ങുന്ന രോഗം. ഇതെപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ച മങ്ങുന്ന രോഗമാണ് തിമിരം. ആൻസർ തിമിരം. കടൽ ജലം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കുന്ന പ്ലാന്റുകൾ പ്രയോജനപ്പെടുത്തുന്ന പ്രക്രിയ ഏത്? കടൽ ജലം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കുന്ന പ്ലാന്റുകൾ പ്രയോജനപ്പെടുത്തുന്ന പ്രക്രിയയാണ് റിവേഴ്സ് ഓസ്മോസിസ്, RO. ഈ വാട്ടർ ഫിൽട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് റിവേഴ്സ് ഓസ്മോസിസ് അല്ലെങ്കിൽ RO. ഇനി താഴെ പറയുന്നവയിൽ കാലാവസ്ഥാ മാറ്റം കുറയ്ക്കുവാനുള്ള മാർഗങ്ങൾ ഏതാണ്? കാലാവസ്ഥാ മാറ്റം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ, ഇത് ഈസിയാണ്, ഓപ്ഷൻസ് നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാലാവസ്ഥാ മാറ്റം കുറയ്ക്കാൻ വനനശീകരണം കുറയ്ക്കുക, ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക, രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ, വനവൽക്കരണം കൂട്ടുക, ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. മൂന്നാമത്തത് വനനശീകരണം കുറയ്ക്കുക, ജനസംഖ്യ വളർച്ച കുറയ്ക്കുക, വനവൽക്കരണം കൂട്ടുക, ഊർജ ഉപയോഗം കൂട്ടുക. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ കറക്റ്റ് 1, 2, 3 ലാസ്റ്റത്തെ ഓപ്ഷനാണ്. 1, 2, 3. അതായത് വനവൽക്കരണം കൂട്ടുക, ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക, പിന്നെ വനനശീകരണം കുറയ്ക്കുക, ജനസംഖ്യ വളർച്ച കുറയ്ക്കുക. വനവൽക്കരണം കൂട്ടുക, ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. 1, 2, 3 ആദ്യത്തെ 3 ഓപ്ഷൻസ്. നെക്സ്റ്റ്, ഫലപ്രദമായി പാഠ്യപദ്ധതി വിനിമയത്തിന് വേണ്ടി തൻ്റെ സ്കൂളിന് ചുറ്റുമുള്ള പരിസര പഠന ഉപാധികൾ ഉൾപ്പെടുത്തി ടീച്ചർ തയ്യാറാക്കുന്ന രേഖ. ഫലപ്രദമായ പാഠ്യപദ്ധതി വിനിമയത്തിന് വേണ്ടി തൻ്റെ സ്കൂളിന് ചുറ്റുമുള്ള പരിസര പഠന ഉപാധികൾ ഉൾപ്പെടുത്തി ടീച്ചർ തയ്യാറാക്കുന്ന രേഖയാണ് വിഭവ ഭൂപടം. ഇനി പൂക്കളുടെ മണം, നിറം, വലിപ്പം, ആകൃതി എന്നിവ വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കൂ എന്ന് പറയുന്ന നേട്ടം ആർജിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പഠന സങ്കേതം. അപ്പോൾ ഇതിൽ നോക്കിയേ, ഹെർബേറിയം, വിവരവിനിമയ സാങ്കേതിക വിദ്യ, ശാസ്ത്രമൂല, ജൈവ വൈവിധ്യ ഉദ്യാനം. അപ്പോൾ ഇതിൽ വിവിധ തരം പൂക്കളുടെ മണം, നിറം, വലിപ്പം, ആകൃതി എന്നിവ വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും അനുയോജ്യമായ പഠന സങ്കേതമാണ് ജൈവ വൈവിധ്യ ഉദ്യാനം. ഇനി നോക്കിയേ, തെറ്റായ ജോഡി ഏത്? അന്തരീക്ഷ ഈർപ്പം ഹൈഡ്രോമീറ്റർ, അന്തരീക്ഷ താപനില തെർമോമീറ്റർ, അന്തരീക്ഷ മർദ്ദം ബാരോമീറ്റർ, കാറ്റിൻ്റെ ദിശ അനിമോമീറ്റർ. ഇതിൽ തെറ്റായ ജോഡി ഏതാണ്? താപനില തെർമോമീറ്ററാണ്, അന്തരീക്ഷ മർദ്ദം ബാരോമീറ്ററാണ്, കാറ്റിൻ്റെ ദിശ അനിമോമീറ്ററാണ്. അന്തരീക്ഷ ഈർപ്പം ഹൈഡ്രോമീറ്റർ അല്ല, ഹൈഗ്രോമീറ്ററാണ്. അപ്പോൾ ഫസ്റ്റത്തതാണ് തെറ്റായ ജോഡി. കറക്റ്റ് അന്തരീക്ഷ ഈർപ്പം അളക്കാനുള്ളത് ഹൈഗ്രോമീറ്റർ. താഴെ പറയുന്നവയിൽ പുനരുൽപ്പാദിപ്പിക്കാനാവാത്ത ഊർജ്ജ വിഭവം ഏതാണ്? വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഈ പറയുന്ന ഓപ്ഷൻസ് നോക്കിയാൽ തന്നെ ചില ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ ആൻസർ അറിയില്ലെങ്കിൽ കൂടി ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഇതിലൊന്ന് നോക്കിയേ, കാറ്റ്, ഭൗമോർജ്ജം, തിരമാല. അപ്പോൾ ഈ 3 ഊർജ്ജം എന്താണ്? പുനരുൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിന് കറക്റ്റ് ആൻസർ പ്രകൃതിവാതകമാണ്. പുനരുൽപ്പാദിപ്പിക്കാനാവാത്ത ഊർജ്ജ വിഭവം
പ്രകൃതിവാതകം. ഇനി ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ പഠന പ്രക്രിയയുടെ ഭാഗമായി പട്ടികകൾ, ചിത്രങ്ങൾ, പോസ്റ്ററുകൾ, വിവരണങ്ങൾ എന്നിവ തയ്യാറാക്കുന്ന കുട്ടിയിൽ വികസിക്കുന്ന അടിസ്ഥാന പ്രക്രിയ ശേഷി ഏത്? കറക്റ്റ് ആൻസർ പരികൽപ്പന രൂപീകരിക്കൽ. നെക്സ്റ്റ്, ഇഗ്ലുവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഏതാണ്? പുറത്തു നിന്നുള്ള തണുത്ത കാറ്റിനെ ഐസ് പ്രതിരോധിക്കുന്നു. കറക്റ്റാണ്. ഐസ് കട്ടകൾ ഇൻസുലേറ്ററായി പ്രവർത്തിക്കുന്നു. അതും കറക്റ്റ്. പുറത്തെ താപനിലയേക്കാൾ അകത്തെ താപനില കുറവായിരിക്കും. അതാണ് ഇഗ്ലുവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. പുറത്തെ താപനിലയേക്കാൾ അകത്തെ താപനില കുറവായിരിക്കും എന്നതാണ് തെറ്റായ പ്രസ്താവന. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗം EVSുമായിട്ട് റിലേറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു ഭാഗത്തെക്കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കാം. നന്നായിട്ട് പഠിക്കാം. ഈ വർഷത്തെ കേട്ടറ്റ് കിട്ടാൻ വേണ്ടി പരിശ്രമിക്കാം.